ഒരുവൾ മരിച്ചു. ഉണക്കമരത്തിൽ നിന്നൊരു വാടിയ ഇല കൊഴിയും പോലെ ഒരു സാധാരണ മരണം. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒന്നുമില്ല. രാവിലെ നോക്കുമ്പോൾ ഉണരുന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കൂട്ട നിലവിളികളുടെ കടലിരമ്പം. മുറ്റത്തെ ചെറിയ പന്തൽ, അലസമായിട്ട പ്ലാസ്റ്റിക് കസേരകൾ, കഥയറിയാതെ ഒച്ചയിട്ട് പായുന്ന കുട്ടികളുടെ ആഘോഷം, രംഗബോധമില്ലാത്ത മൊബൈൽ റിംഗ് ടോണുകൾ, മയ്യത്ത് കാണാൻ വരുന്നവരുടെ തിരക്ക്, നശ്വര ജീവിതത്തെക്കുറിച്ചുള്ള മധ്യവയസ്കരുടെ നിരാശാഭരിതമായ അടക്കം പറച്ചിലുകൾ, എപ്പോഴാ എന്ന ചോദ്യങ്ങൾ, ആരും വരാനില്ലാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ എന്ന മറുപടികൾ. നല്ലൊരു മനുഷ്യത്വമായിരുന്നു പാവം, ഒക്കെ പടച്ചോന്റെ വിധിയല്ലാതെ എന്ത്. സഹതാപത്തിൻ്റെ കല്ലേറുകൾ. എന്നാലും ഭാഗ്യവതിയായിരുന്നു. മക്കളും പേരമക്കളുമായി സുഖമായി ജീവിച്ചില്ലേ എന്ന അപദാനങ്ങളുടെ പിറുപിറുക്കലുകൾ. അങ്ങനെയിരിക്കെ ആൾക്കൂട്ടത്തിൻ്റെ പഴുതിലൂടെ അപരിചിതനായൊരു വൃദ്ധൻ മരണവീട്ടിലേക്ക് കയറി വരുന്നു. ആരാണെന്ന് ആർക്കും അറിയില്ല. അകന്ന ബന്ധുവെന്ന് കരുതി ചിലർ, അയൽനാട്ടുകാരനായിരിക്കുമെന്ന് മറ്റു ചിലർ. തീവണ്ടി യാത്രയുടെ തളർച്ചയോടെ ആളൊഴിഞ്ഞ മൂലയിൽ തനിയെ ഇരുന്നയാൾ ഒരു കൈ നെഞ്ചിൽ വെച്ച് മണ്ണിലേക്ക് നോക്കി മരിച്ചവരുടെ കാലടികൾ പതിഞ്ഞ മണ്ണിൽ നിന്നൊരു തരിയെടുത്ത് ഉള്ളം കൈയിൽ മുറുകെ പിടിച്ചു. അവർ പോറ്റിയ കോഴിക്കുഞ്ഞുങ്ങൾ അയാളുടെ കാലുകൾക്ക് ചുറ്റും കൊത്തിപ്പൊറുക്കി നിന്നു. അവരുടെ ചൂടേറ്റു വളർന്ന പൂച്ചകൾ അയാളെ നോക്കി സങ്കടത്തോടെ കരഞ്ഞു. ഇന്നലെ വരെ അവർ ശ്വസിച്ച കാറ്റിലേക്ക് അയാൾ ഹൃദയം തുറന്നു വെച്ചു. അവർ നട്ടുനനച്ച ചെടിയിൽ നിന്നൊരു പൂ പറിച്ച് കീശയിലിട്ടു. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അന്യരല്ലാത്ത ആണുങ്ങൾ കാണാനുണ്ടോ എന്ന ചോദ്യം അയാളെ കുത്തി മുറിവേൽപ്പിച്ചു. കാണണ്ട എന്ന കരച്ചിൽ ഉള്ളിലൊതുക്കി ശവഘോഷയാത്രയുടെ പിന്നിൽ അവസാനത്തെയാളായി ശ്മശാനത്തിലേക്ക് നടന്നു. ഖബറടക്കം കഴിഞ്ഞിട്ട് 3 പിടി മണ്ണിട്ട് വിശുദ്ധ വചനങ്ങളാൽ പുതപ്പിട്ട് ബന്ധുജനങ്ങൾ മടങ്ങിയിട്ടും നനഞ്ഞ പുതുമണ്ണിൽ മുട്ടുകുത്തിയിരുന്ന് മീസാൻ കല്ലിൽ നെറ്റിവെച്ച് മഴ തോരും വരെ അയാളിരുന്നു. ഖബറിൽ കുത്തിയ കാട്ടുമരക്കൊമ്പിൽ നിന്നൊരു ഞരമ്പ് മുറിഞ്ഞ ഇല അയാളുടെ നെറുകയിൽ വീണു. മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആരോ ചോദിക്കുന്നു, ആരാ മനസ്സിലായില്ല. മിണ്ടാതെ നടക്കവേ ഖൽബ് പൊട്ടിക്കരഞ്ഞു ചൊല്ലുന്നു, അവൾക്കറിയാം ആരാണെന്ന്, അവൾക്കറിയാം. എം ബഷീർ.